ഹലോ സാർ. മാജിക് മോർണിംഗ് ടു ആൾ. എന്തായാലും ഒരു സന്തോഷകരമായിട്ടൊരു ദിവസം. ഇന്ന് നല്ലൊരു മെഡിറ്റേഷനൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് എല്ലാവരും. ഞാനിന്നൊരു ഒരു ബുക്കിന്റെ ഒരു പുസ്തകത്തിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു പുസ്തകം. പവർ ഓഫ് നൗ. അപ്പോൾ പവർ ഓഫ് നൗ എന്ന് പറയുന്ന പുസ്തകത്തിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ എന്താണ് ഒരു 3-4 ദിവസം മുന്നേ നമ്മുടെ ഓഫീസിൽ നിന്ന് രചന വിളിച്ചിട്ടുണ്ടായിരുന്നു. മാഡം വിളിച്ചപ്പോൾ എന്നെ ചോദിച്ചു ഒരു ബുക്കിന്റെ റിവ്യൂ പറയണം. ഏതാണ് നമുക്ക് പറ്റുമായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ആലോചിച്ചപ്പോൾ കുറെ പുസ്തകങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നു. പക്ഷെ ഞാൻ കൂടുതൽ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീസ്, നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഒരു നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിലുപരി നമ്മുടെ മനസ്സിന്റെ ഒരു ഫുൾഫിൽനെസ് നേടിയെടുക്കുന്ന, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളൊരു മൈൻഡിനെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. മനസ്സിന്റെ ഒരു എന്താണ് ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുക. അപ്പൊ അതിനു വേണ്ടി അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ ഇത് ഏറ്റവും മുന്നൊരിക്കൽ കേട്ടിട്ടുണ്ട്. പവർ ഓഫ് നൗ എന്ന് പറഞ്ഞൊരു പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ എക്കാർട്ട് ടോളെ എന്ന് പറയുന്ന ഒരു ഓതർ, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് പവർ ഓഫ് നൗ എന്ന് പറയുന്നത്. ഓക്കെ. ആ പവർ ഓഫ് നൗ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം, ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്താണ് ലൈഫിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രസന്റ് സിറ്റുവേഷൻസിലൂടെയും, അതായത് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വിശദമായിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ, അതായത് നമ്മൾ ഏതുതരം മനസ്സോടുകൂടി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാന്നുള്ളതാണ് ഇപ്പൊ ഒന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ചോദ്യോത്തരങ്ങൾ രീതിയിലാണ്. അതായത് ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നു, ഗ്രന്ഥകർത്താവ് ഉത്തരം പറയുന്നു. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ശൈലി, ഒരു പ്രസന്റേഷൻ ശൈലി പോകുന്നത് കേട്ടോ. അപ്പോ ഇതിനകത്ത് മോട്ടിവേഷനും സ്പിരിച്വാലിറ്റിയും ഇടകലർന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ആകെത്തുക, ഒരു സംഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന വളരെ എന്താണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നമുക്കിത് ചോദ്യകർത്താവ് ചോദിക്കുന്നു, എന്താണ് ദുഃഖങ്ങൾക്കുള്ള കാരണം? അപ്പോ ഗ്രന്ഥകർത്താവ് പറയാണ്, കാട് കയറുന്ന ചിന്തകളാണ് നമ്മുടെ ദുഃഖങ്ങൾക്കുള്ള കാരണം. അതായത് നമ്മൾ ഈ നമ്മൾ മനുഷ്യന്മാർ ജീവിക്കുന്നത് പ്രസന്റില് അല്ലെങ്കിൽ അതായത് പ്രസന്റിലല്ല ജീവിക്കുന്നത്, പാസ്റ്റിലും അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ആയിരിക്കും. അതായത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുഃഖങ്ങൾ, അതായത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പല സിറ്റുവേഷൻസ് മനസ്സിലിട്ട് ഇങ്ങനെ എന്താണ് ഇതാക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതിനുശേഷം ഫ്യൂച്ചറിലേക്കുള്ള ആകുലതകൾ, ഞാനിനി ഭാവിയിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ. നമ്മളിപ്പോ ഒരു പ്രസന്റിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ മൊമെന്റിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി കയറി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താണ് പാസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ, പാസ്റ്റിൽ ഉണ്ടായിരുന്ന പല പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് ഒരുപോലെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മനസ്സിനകത്ത് ഇങ്ങനെ ഫിലിം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മളിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആലോചിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണത്തെ പറ്റി ആലോചിക്കും. അങ്ങനെ പെട്ടെന്ന് ഓരോരോ ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, ഇങ്ങനെ നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും ഓൾറെഡി നമ്മുടെ പാസ്റ്റ് ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അതുകൂടി എൻജോയ് ചെയ്തിട്ട് അതിന്റെ രീതിയിൽ തന്നെ ജീവിച്ചു പോകൂടെ എന്ന് ഗ്രന്ഥകർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗ്രന്ഥകർത്താവ് ഉത്തരം പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ശരിക്ക് പാസ്റ്റും
സംഭവം നല്ലതാണ്, രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസന്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്. ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. ഭാവി എന്ന് പറഞ്ഞാൽ ഇനി വന്നിട്ടില്ല. അതായത് ഭാവി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളൊരു ഇമാജിനേഷൻ മാത്രമാണ്. അത് വന്നാൽ മാത്രമേ വന്നു എന്ന് പറയാൻ പറ്റില്ല. പ്രസന്റ് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് പറഞ്ഞാൽ അത് ഇപ്പോ ആണ്. അത് നമ്മൾ ഇപ്പോ ആസ്വദിച്ചില്ലെങ്കിൽ അത് ഭൂതമായി മാറും. ഓക്കെ, അതായത് ഓരോ നിമിഷവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ മനസ്സ് ഭൂതകാലത്തിലെ ഒരു ദുഃഖസ്മരണകളിലോ അല്ലെങ്കിൽ ഭാവിയിലുള്ള ആകുലതകളിലോ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ നിലവിലുള്ള നിമിഷത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ഓക്കെ, അത് ജീവിതത്തിലെ സുഖവും സന്തോഷവും കണ്ടെത്താനായിട്ട് പ്രസന്റ് സിറ്റുവേഷനിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു രസകരമായിട്ടൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി പോയിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ, എന്റെ തലയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് സമയത്ത് സദാസമയത്തും പുറമേയുടെ കുറെ ആൾക്കാർ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടറോട് പറഞ്ഞാല് ഡോക്ടർ എന്താ ചിന്തിക്കുക നോർമലി? അതായത് ഇദ്ദേഹത്തിന് ചിത്തഭ്രമമാണ് അല്ലെങ്കിൽ ഭ്രാന്താണെന്നാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കാന്. യഥാർത്ഥത്തില് നമ്മൾ കുറെ ആൾക്കാരെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ചിത്തഭ്രമമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ? അതായത് അവരിപ്പോ എന്താണ് ഒരു ഓരോ ചിലപ്പോൾ അവര് ഭാവിയിൽ നടന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തില് നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. നമ്മളും നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ചെയ്യുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ കുറെ എന്താണ് പരസ്പര ബന്ധമില്ലാത്തതും ക്രിയേറ്റിവിറ്റി ഇല്ലാത്തതുമായിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തില് ഭ്രാന്തായിട്ടുള്ള ആൾക്കാർ ഉറക്കെ പറയുന്നു, നമ്മൾ നിശബ്ദമായിട്ട് പറയുന്നു. അതായുള്ള വ്യത്യാസം. അപ്പൊ നമ്മളത് ഉൾക്കൊള്ളുക, എന്നിട്ട് നമ്മൾക്കത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളത് ഗ്രന്ഥകർത്താവിനോട് ചോദിക്കുകയാണ്. അപ്പോ ഗ്രന്ഥകർത്താവ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, കൃത്യമായിട്ട് പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെത്തേഡുകൾ പലതും ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് ശ്വാസം, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന 3-4 കാര്യങ്ങളുണ്ട്. അതിനകത്തൊന്ന് നമ്മുടെ ബ്രീത്തിങ്. ഓക്കെ, നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രീത്തിങ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ ഇരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് മൊമെന്റ് ആണ്. ഓക്കെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ബ്രീതിങ്. അപ്പൊ നമ്മുടെ ഇൻഹേൽ ചെയ്യുന്നു, മൂക്കിൽ കൂടെ നമ്മൾ ചൂട് ശ്വാസം ഇൻഹേൽ ചെയ്യുന്നു, ലങ്സിൽ നിന്ന് നിറയുന്നതും ലങ്സിൽ നിന്ന് ഫുള്ളായി നിറയുന്നതും, പിന്നെ അതിനുശേഷം എക്സ്ഹേൽ ചെയ്യുന്ന സമയത്ത് ആ മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ നമ്മൾ ശ്വാസം പുറത്തുവിടുമ്പോൾ മൂക്കിലൂടെ ശ്വസിക്കുന്നു, വായിലൂടെ എക്സ്ഹേൽ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ്, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ സമയത്ത് മനസ്സിലേക്ക് ചിന്തകൾ ഓട്ടോമാറ്റിക്കലി വരും, അത് സ്വാഭാവികമാണ്. ആ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യുക? നിരീക്ഷിക്കുക. നമ്മളെ ചിന്തകൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചിന്തകള് നമ്മുടെ ഇതിൽ നിന്ന് അകന്നു പോകും. അതായത് നമ്മളിൽ നിന്ന് അകന്നു പോകും. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്നിട്ട് ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, ബ്രീത്തിങ് ചെയ്യുന്നു, പർപ്പസ്ഫുള്ളി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി സംഭവിക്കുന്ന ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ആ ഒബ്സർവ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ തന്നെ നമുക്ക് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് ഒബ്സർവ് ചെയ്യുക, നമ്മൾ വരുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് വിടുമ്പോൾ ഒബ്സർവ് ചെയ്യുന്നു വിടുന്നു. ആ സമയത്ത് ആ ചിന്തകൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. ബിക്കോസ് നമ്മൾ അവിടെ നമ്മുടെ മനസ്സിന്റെ മേലെ നമ്മളൊരു അധീശത്വം സ്ഥാപിക്കുകയാണ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാല് ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട്,
നമ്മുടെ എല്ലാ ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് നമ്മളാണ് മനസ്സെന്നാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതാണ് നമ്മൾ എന്നാണ് യഥാർത്ഥത്തിൽ എല്ലാ ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ മനസ്സും നമ്മളും രണ്ടാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ മനസ്സിന്റെ അടിമയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്നാണ് പറയുന്നത് ഈ പുസ്തകത്തിൽ. അത് ഈ പുസ്തകത്തിലുടനീളം പറയുന്നുണ്ട്. മനസ്സുമായിട്ട് താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാ ദുഃഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. മനസ്സുമായിട്ട് താതാത്മ്യപ്പെടുന്നത് എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം ഒരു വ്യക്തി പ്രസന്റ് മൊമെന്റിലായിരിക്കും. പ്രസന്റ് മൊമെന്റിലായിരിക്കുന്ന വ്യക്തിക്ക് മനസ്സ് മനസ്സ് ചിന്തിക്കുന്നത് എന്താണ് എന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ ആ വ്യക്തിക്ക് കഴിയും. പറയുന്നത് മനസ്സ് വേറെയാണ്, ഈ നമ്മുടെ വ്യക്തി വേറെയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഉണ്മ എന്ന് പറയുന്നത്. നമ്മുടെ ഹയർ പവർ ഓഫ് കോൺഷ്യസ്നെസ് ആണത്. അതായത് നമുക്ക് ഇപ്പോ എന്താണ് ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ചിന്തിക്കാൻ, നമ്മുടെ ചിന്തകൾ സീറോ ആയിട്ട് മാറും. ചിന്തകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫിലിം പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നതാണ്. ഒരു സിനിമ പോലെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ച് വരുന്നതാണ്. ചിലപ്പോൾ അത് ഭാവിയിലേക്കുള്ള കാര്യങ്ങളാവാം, ചിലപ്പോൾ ഭൂതകാലത്ത് സംഭവിച്ച കാര്യങ്ങളാവാം. അതിനെ അവോയ്ഡ് ചെയ്തിട്ട്, അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ മനഃപൂർവ്വം എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും പ്രത്യേകമായിട്ടൊരു കാര്യം. ജസ്റ്റ് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകൾക്ക് മേലെ നമുക്കൊരു അതീശത്വം ഇടാൻ പറ്റുന്നതാണ് പറയുന്നത്. അതാണ് ഒരു ഹയർ ലെവൽ കോൺഷ്യസ്നെസ് എന്നൊരു ലെവലിലേക്ക് നമ്മൾ എത്തും എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മൾ പരിസരത്ത് നിരീക്ഷിക്കുക. അതായത് ഇപ്പൊ ഫാൻ ഇട്ടിട്ടുണ്ട്, ഫാനിന്റെ തണുപ്പ് ഇങ്ങനെ നമ്മുടെ തൊലിയിൽ, നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുന്നു, അത് ഫീൽ ചെയ്യുക. ആ ഒരു പ്രസന്റ് മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ, പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, കാഴ്ച കാണുന്നു, സീനറി കാണുന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ എന്താണ്, ഇപ്പോൾ ഞാൻ ഇവിടെ മൊബൈൽ സ്ക്രീനിൽ നിങ്ങളോട് സംസാരിക്കുന്നു, ഫാൻ ഇട്ടിട്ടുണ്ട്, അപ്പൊ ഫാനിന്റെ കാറ്റ് നമ്മുടെ തൊലിയിൽ ടച്ച് ചെയ്യുന്നു, അത് ഒരു ചെറിയൊരു തണുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചൂടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ ചൂടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ നമ്മൾ ചൂടാണ് എന്ന് ആസ്വദിക്കുക. ചൂടാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് നമുക്ക് വേറൊരു കാര്യമുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ചേഞ്ച് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് ചില സിറ്റുവേഷൻസ് നമുക്ക് മാറി നടക്കാൻ പറ്റും. നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ മാറി നടക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മാറി നടക്കുക. അത് ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുമ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തൊരു ചോദ്യം നമ്മൾ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്, നമുക്ക് വർത്തമാനകാലത്ത് മാത്രം ജീവിച്ചാൽ പോരല്ലോ, പ്രസന്റും ഉണ്ട് ഫ്യൂച്ചറും ഉണ്ട്. അപ്പോ ഫ്യൂച്ചറിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ, പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ, അതായത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഒരു പ്ലാനിങ് ചെയ്യും വേണ്ടേ എന്ന് ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഡെക്കാർട്ട് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് അത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രസന്റില് ജീവിക്കുന്നതിനൊപ്പം നമ്മൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്സും അല്ലെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഓക്കെ. അതുകൂടാതെ തന്നെ ആ പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. അതുകൂടാതെ അത് നമ്മുടെ പ്രസന്റ് മൊമെന്റിനെ സ്വാധീനിക്കരുത്. നമ്മൾ ഒരുപാട് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മിക്കപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുക. അപ്പോ അത് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. നമ്മുടെ പ്രസന്റ് ലൈഫിനെ അത് നിയന്ത്രിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. അത് നിയന്ത്രിക്കേണ്ടത് നമ്മളായിരിക്കണം. ആ ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കരുത്. അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള ആകുലതകളായിരിക്കരുത് ചിന്തിക്കേണ്ടത്. ഭാവിയിലേക്കുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ജസ്റ്റ് പ്ലാൻ ചെയ്ത് വെക്കുക. പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പ്രസന്റ് ലൈഫ് ജീവിക്കുക. ഇപ്പൊ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക. ഇപ്പൊ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടികൾ നമ്മൾ പഴയതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മാത്രം ഫ്യൂച്ചറിലേക്ക് മാത്രം ചിന്തിച്ചിട്ട് കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രസന്റ് മൊമെന്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടോ അത് ഇപ്പൊ ചെയ്യുക.
ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യാം. ഓക്കെ. ദെൻ പ്രസന്റ് ലൈഫിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം, നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഒരു എന്താണ് ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ലഭിക്കുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു രസകരമായിട്ടൊരു കഥ പറയുന്നുണ്ട്. രസകരമായിട്ടൊരു കഥയാണ്. ഒരു ഒരു ഗുരുവിന്റെ, ഒരു സെൻ ഗുരുവിന്റെ രണ്ട് ശിഷ്യന്മാര്, ആനന്ദനും വിനീതനെന്നും പറഞ്ഞിട്ടുള്ള രണ്ട് ശിഷ്യന്മാര് ഒരു ആശ്രമത്തിൽ നിന്ന് വേറൊരു ആശ്രമത്തിലേക്ക് യാത്രയാവാണ്. ഓക്കെ. അപ്പൊ യാത്രയാവുന്ന സമയത്ത് ഒരു പുഴ നീന്തി കടന്നിട്ട് വേണം ഒരു പോകുന്ന വഴിയിൽ വലിയൊരു പുഴയുണ്ട്. അത് നല്ല കുത്തൊഴുക്കുള്ള പുഴയാണ്. അപ്പൊ അവിടെ ഒരു യുവതി ഒരു യുവതി അവരും പുഴ കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര പാലൊന്നുമില്ല. ജസ്റ്റ് അത് ക്രോസ് ചെയ്യണം, നടന്ന് ക്രോസ് ചെയ്യണം. നല്ല കുത്തൊഴുക്കുണ്ട്. അപ്പോ ആ യുവതി ചോദിച്ചു, യുവസന്യാസിമാരോട് ചോദിച്ചു. രണ്ട് യുവസന്യാസിമാരാണെന്ന് പറഞ്ഞല്ലോ, ആനന്ദനെന്നും വിനീതനെന്നും പറഞ്ഞ പേരിൽ രണ്ട് യുവസന്യാസിമാരാണ്. ആ യുവസന്യാസിമാരോട് ചോദിച്ചു, മുനിമാരെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, അതായത് എന്നെ ഒന്ന് അക്കരെ കടക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാവോ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ വിനീതൻ എന്ന് പറഞ്ഞ യുവസന്യാസി പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങള് ബ്രഹ്മചാരികളാണ്, ഞങ്ങൾ സ്ത്രീകളെ സ്പർശിക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റേ ആനന്ദൻ എന്ന് പറഞ്ഞ യുവസന്യാസി ആ സ്ത്രീനെ തോളിലേറ്റിയിട്ട് അക്കരെ കൊണ്ട് ഇറക്കി. എന്നിട്ട് അവര് യാത്രയായി. യാത്രയായിട്ട് വൈകുന്നേരം ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ ഗുരുവിന്റെ അടുത്ത് എത്തി. ഗുരുവിന്റെ അടുത്ത് എത്തിയപ്പോൾ ഗുരു ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്രയെല്ലാം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോ ഇത് വിനീതൻ എന്ന് പറയുന്ന യുവസന്യാസി പറഞ്ഞു, ഞങ്ങളെ യാത്രയെല്ലാം സുഖകരമായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ആനന്ദൻ ബ്രഹ്മചര്യം ലംഘിച്ചു. ഓക്കെ. അപ്പോ ഗുരു ഞെട്ടിപ്പോയി. ആനന്ദൻ ബ്രഹ്മചര്യം ലംഘിക്കും. അപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വിശദമായിട്ട് ഇവര് നടന്ന കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോ ഗുരു ആനന്ദനോട് ചോദിച്ചു, ആനന്ദ, നീ ബ്രഹ്മചര്യം ലംഘിച്ചുവോ? അപ്പോ ആനന്ദൻ ചെറുപുഞ്ചിരിയോടെ ജസ്റ്റ് ഗുരുവിനെ തൊഴുതിട്ട് പറഞ്ഞു, എനിക്ക് അത്താഴ പൂജയ്ക്കുള്ള സമയമായി, അങ്ങ് അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു കണ്ണുകൊണ്ട് ആജ്ഞ കൊടുത്തു. ഓക്കെ, ശരി. അപ്പോ എന്നിട്ട് വിനീതൻ എന്ന് പറയുന്ന യുവസന്യാസിയോട് ഗുരു പറയുകയാണ്, ആനന്ദൻ ആ സ്ത്രീയെ അവിടെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ യാത്രയായല്ലോ. ആനന്ദൻ അവിടെ നിന്ന് തന്നെ ആ സ്ത്രീയെ ഇറക്കി വിട്ടു. പക്ഷെ വിനീതൻ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും ആ സ്ത്രീനെ തോളിലേറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ പ്രത്യേകത. നമ്മള് ആ പാസ്റ്റിനെ തന്നെയാണ് തലയിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അത് അവിടെ കഴിഞ്ഞു. അതവിടെ അതിനെപ്പറ്റി വെറുതെ ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക. അനാവശ്യം, അതായത് നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലേറ്റെടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അസൂയ, ഈഗോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ നമ്മുടെ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ്, നമ്മുടെ മനസ്സിന് മേലുള്ള അതീശത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നീട് ഈ ബുക്കിനകത്ത് വിശദമായിട്ട് ഓരോരോ ചാപ്റ്ററുകളിലായിട്ട് പറയുന്നത് കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് ഇതെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് പറയുന്നത്. എന്താണ് കൃതജ്ഞത ചോദിക്കുമ്പോൾ ഗ്രന്ഥകർത്താവ് പറയാണ്, നമുക്ക് ഉള്ളതിനോടെല്ലാം നമുക്ക് ഒരു ഒരു കമ്പാഷൻ, നമുക്കുള്ള കാര്യങ്ങളോട് നന്ദി പറയുക. ഓക്കെ. എല്ലാ മൊമെന്റും, നമ്മുടെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസന്റ് മൊമെന്റിന് നന്ദി പറയുക. ഈ ഒരു നമ്മുടെ പ്രകൃതിയോട് നന്ദി പറയുക. നമ്മൾ കാണുന്ന കാഴ്ചകൾക്ക് നന്ദി പറയുക, നല്ല നല്ല കാഴ്ചകൾക്ക് നന്ദി പറയുക. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന് നന്ദി പറയുക, നമ്മൾ രുചിക്കുന്ന ആഹാരത്തിന് നന്ദി പറയുക. അങ്ങനെ ആ ഒരു സെക്ഷൻ അങ്ങനെ പോകുന്നുണ്ട്. കൃതജ്ഞതയുടെ സെക്ഷൻ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം ക്ഷമ, ഫോർഗീവ്നെസിന്റെ പ്രാധാന്യം എന്താണ്? ഫോർഗീവ്നെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് നമ്മൾ ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഈഗോ, അസൂയ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറയുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അതായത് നമ്മൾ ക്ഷമയുടെ പ്രാധാന്യം എന്താണ്? ക്ഷമയിലൂടെ നമ്മൾ ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഈഗോ, അതിനെല്ലാം നമുക്ക് ജയിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നതാണ് ഈഗോ ഉള്ള വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർക്ക് ആ ഈഗോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതായത് ഈഗോനെ ഹെർട്ട് ചെയ്ത് കഴിഞ്ഞാല് അവർക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം, ഈഗോനെ ഹെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്കത് ആ ഒരു ഈഗോയിലായിരിക്കും അവർ ജീവിക്കുക.
അങ്ങനെ ജീവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം വളരെ വേഴ്സ്റ്റ് ആയിട്ടാണ് വർക്ക്ഔട്ട് ആവുക എന്നാണ് പറയുന്നത്, ഗ്രന്ഥകർത്താവ് പറയുന്നത്. കോസ്മിക് എനർജീസിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോസ്മിക് എനർജി എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത്, കോസ്മിക് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്. കോസ്മിക് നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് ഒരു സെർട്ടൻ റൂൾസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിലൊന്നാണ് ആകർഷണ നിയമം, പിന്നൊന്ന് കാര്യകാരണ നിയമം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആകർഷണ നിയമം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് പ്രപഞ്ചം വർക്ക് ചെയ്യുന്ന സമയത്ത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇതെല്ലാം ഒരു ആകർഷണ വികർഷണത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ആകർഷിക്കുന്നു, അല്ലെ? അപ്പോൾ ഈ ആകർഷണ നിയമത്തിൽ പറയുന്നതുണ്ട്. ഇതിനകത്ത് വേറൊരു ചോദ്യം ചോദിക്കുന്നതുണ്ട്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസിങ്, ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അത് വർക്കൗട്ട് ആവാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷനെ പോലെ തന്നെ വേറൊരു നിയമം കൂടിയുണ്ട്, അർഹതാ നിയമം എന്ന് പറയും. അർഹതാ നിയമം ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെയാണ് പറയുന്നത്. നമ്മൾ ചിത്രശലഭങ്ങളെ കാണാറുണ്ട്. ചിത്രശലഭങ്ങളെ നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പറന്ന് പറന്ന് പോകും. ഇങ്ങനെ എപ്പോഴും നമുക്ക് ചിത്രശലഭത്തിനെ അങ്ങനെ പിടിക്കാൻ പറ്റില്ല, കാര്യം അത് പറന്ന് പറന്ന് പോകും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിത്രശലഭത്തിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൂന്തോട്ടം ഒരുക്കുക. പൂന്തോട്ടം ഒരുക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ചിത്രശലഭത്തെ ഈ പൂന്തോട്ടം ആകർഷിക്കും. നമ്മളൊന്നും ചെയ്യണ്ട, ചിത്രശലഭത്തിനെ പിടിച്ചു വലിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി വന്നുകൊള്ളും. അതാണ് പക്ഷെ അതുപോലെ നമ്മളൊരു വേസ്റ്റ് കുഴിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബിന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ആ ഒരു സ്ഥലത്തോട്ട് ചിത്രശലഭത്തിന് പകരം വരുന്നത് എന്താണ്? പുഴുക്കള്, പാറ്റ അങ്ങനെയുള്ള ജീവികളായിരിക്കും വരിക, അല്ലെ? അതായത് അവിടെ നമുക്ക് അർഹതയുള്ളത് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ അർഹതയുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവർത്തികൾ നന്നാക്കിയാൽ പോരെ എന്ന് ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചോദ്യകർത്താവ് ചോദിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ നമുക്ക് നമ്മുടെ ഇതാണ് അർഹതാ നിയമം. നമുക്ക് അർഹതയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ പ്രവർത്തികളിലൂടെ ചെയ്യാൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് അർഹത ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്ന കർമ്മങ്ങൾ ആദ്യം കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും എന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഓക്കെ. വളരെ രസകരമായിട്ടൊരു പുസ്തകമാണ്. നമുക്ക് വായിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചോദ്യം ഉത്തരം ആ ഒരു രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പല പല അധ്യായങ്ങൾ, 10 അധ്യായങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഈ നമ്മുടെ കോഴ്സിൽ രാവിലെയുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ഇന്നിപ്പോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മെഡിറ്റേഷൻ ആയിരുന്നു സേവ് സാറ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പൊ ഞാൻ ഇന്ന് ഇത് നന്നായിട്ടൊന്ന് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു മെഡിറ്റേഷൻ, അതായത് ഈ നന്ദി എത്രത്തോളം നമ്മുടെ പ്രപഞ്ചത്തിനോടും നമ്മളോടും ഉള്ളൊരു നന്ദി, നമുക്ക് നമ്മുടെ ആന്തരിക അവയവങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ എണീച്ചിരിക്കാനും സംസാരിക്കാനും പറ്റുന്നത്. നമ്മുടെ ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനൊന്നും ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രസന്റ് മൊമെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്ന സമയത്ത് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അത് എനിക്കിത് സത്യം പറഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിന്റെ ഒരു കാര്യങ്ങൾ കേട്ടപ്പോഴാണ്, വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എത്രത്തോളം നമ്മൾ സമയം എത്രത്തോളം വേസ്റ്റ് ആക്കി. ഇനി ഈ സമയത്ത് വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രസന്റ് മൊമെന്റിൽ എത്രത്തോളം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. നമുക്ക് ഒരു ഫ്യൂച്ചറിൽ എന്താണ് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ എൻഡ്, അല്ലെ? ജീവിതത്തിൽ എൻഡ് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്. അപ്പൊ അതുവരയ്ക്കും ആ ഒരു ഓരോരോ മൊമെന്റും ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇതിന്ന് കിട്ടുന്ന ഒരു ആകെത്തുക. എനിവേ, താങ്ക് യു. ഇത്രയാണ് എൻ്റെ ഒരു പ്രസന്റേഷൻ. എന്തായാലും തുടക്കത്തിലാണ്, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.
Thank you, Sujit sir, for a wonderful presentation. So thank you. നമ്മളിങ്ങനെ പ്രസന്റേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ റെഡി ആയിട്ട് ഇങ്ങനൊരു ക്ലാസ് ബുക്സിനെ പറ്റി തന്നതിൽ ഒരുപാട് സന്തോഷം. സോ ഫീഡ്ബാക്കിന്റെ സമയമാണ്. സാറിന്റെ ഈ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് സാറ് വരുന്നത്. ഒത്തിരി നാളായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു. അത് ഇത്രയും പ്രസന്റേഷൻസിന്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ ഒരുപാട് താങ്ക് യു. അപ്പോ സാറിന്റെ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങൾ എല്ലാവരും കൊടുക്കുക. മണി സാർ എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് നാളത്തെ ശേഷം സാർ എടുത്തൊരു സെഷൻ. വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. നല്ല കറക്റ്റായിട്ട് ദ പവർ ഓഫ് നൗ എന്നുള്ളത് കറക്റ്റായിട്ട് വളരെ വിശദമായിട്ട് എല്ലാ പോയിന്റും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിനെ പറ്റി, ഫോർഗീവ്നെസ്, അതുപോലെ അർഹതയെ പറ്റിയിട്ട്, പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം, പ്രസന്റ് മൊമെന്റ് ജീവിക്കുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന സന്തോഷവും ആ വിജയത്തിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലോയിൽ പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്കാണ് ഉണ്ടായത്. വളരെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെതായ ഉൾക്കൊണ്ട്, അതായത് പാഠം ഉൾക്കൊണ്ടിട്ട് നമുക്ക് വരാൻ പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് പ്രസന്റ് മൂമെന്റിൽ കൊണ്ടുവന്നിട്ട് മനസ്സിനെ ആ പ്രസന്റ് മൂമെന്റ് ആസ്വദിക്കുക എന്നുള്ളതാണ്. അതുപോലെ ആ ബ്രീത്തിങ്ങിന്റെ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴും അതേമാതിരി ചിന്തകളെ നമ്മൾ കാണുമ്പോഴൊക്കെ നമുക്ക് അത് ഒബ്സർവ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് നമ്മള് പ്രസന്റ് മൂമെന്റിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് ആ ഗുണങ്ങളെല്ലാം തന്നെ സുജിത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു സുജിത്ത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാർ. താങ്ക് യു വെരി മച്ച്. ബാബു സാറൊന്നാണ് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ആരാണ്? ബാബു സാറാണ്. ബാബു സാർ. എനിക്ക് തോന്നുന്നു സേഫ് സാറ് ക്ലാസ് ആണ്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ഫൈൻ. താങ്ക് യു. വിൻസെന്റ് മാം ഒന്ന് ഷെയർ ചെയ്യാവോ? വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ആ പൂന്തോട്ടത്തില് ചിത്രശലഭം വരുന്ന കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. കാരണം നമ്മൾ അത്രയും നമ്മുടെ ആകർഷണ നിയമത്തിന്റെ ഒരു വാല്യൂ അവിടെ കാണിച്ചു തന്നു. കാരണം നമ്മള് ഒരുപാട് റിസ്ക് എടുത്തിട്ട് പൂമ്പാറ്റയുടെ പുറകെ പോകുന്നതിനെക്കാട്ടും അതിനെ വിളിക്കാൻ പറ്റിയ ഒരു മാർഗം ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ വർക്കുകളൊക്കെ ആണെങ്കിലും നമ്മള് പ്രവൃത്തിയിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ അതിനെ ആകർഷിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ നമ്മുടെ വർക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആവും, റിലാക്സബിൾ ആവും. മറ്റേ നമ്മള് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ജോലി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മള് റിലാക്സ് ആയിട്ട് നമ്മുടെ വർക്കുകളിൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ഹയർ ലെവല് ആകർഷിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ശരിക്കും പറഞ്ഞാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഒക്കെ എഴുതിയാൽ തന്നെ നമ്മളുടെ ഒരുവിധം, അതായത് ഈ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുന്ന ഒരു അതാണ് ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും നമ്മൾ എഴുതുക എന്നുള്ളത്. ആ പൂന്തോട്ടങ്ങളെ ഓരോരോ ചെടികൾ പിടിച്ച്, അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ചെടിയാണെങ്കിൽ അഫർമേഷൻ ഒരു ചെടി. അപ്പൊ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അതിനകത്ത് നമ്മൾ ആകർഷിക്കും. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, പൂക്കൾക്ക് പൂക്കൾ, നല്ല പൂക്കൾ ഉണ്ടാവും, ചിത്രശലഭങ്ങൾ വരും. അപ്പൊ അതിനൊരു വലിയൊരു ഒരു സ്വർഗമാക്കി മാറ്റാൻ പറ്റും. അതുപോലെ നമ്മുടെ ലൈഫും. എന്തായാലും നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. എനിക്ക് ആ ഒരു എക്സാമ്പിൾ ആണ് എനിക്ക് ഇന്ന് ക്ലിക്ക് ആയിട്ടുള്ളത്. എന്തായാലും സന്തോഷം, സാറിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ്. എന്തായാലും ഒരുപാട് ഭാവിയുണ്ട്. സാറ് മുന്നോട്ട് പോവാം. താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു. അതില് എടുത്ത് പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇപ്പം വിൻസിമാം പറഞ്ഞതുപോലെ അർഹതാ നിയമത്തിനെ കുറിച്ചാണ് നന്നായിട്ട് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടത്. അപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് അർഹത വരണമെങ്കിൽ ഇപ്പം വിൻസിമാം പറഞ്ഞു, എല്ലാം പറഞ്ഞു. എങ്കിലും അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് അർഹത ലഭിക്കണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ, അതായത് നമ്മുടെ പ്രവൃത്തികൾ നന്നാക്കിയാൽ നമുക്ക് അർഹത ലഭിക്കും എന്നുള്ളത് ആ ഒരു വരിയായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു.
ഓക്കെ. താങ്ക് യു മാഡം. ഷെയർ ചെയ്യാനുള്ളവർ ഷെയർ ചെയ്തോളൂ കേട്ടോ. ഷെമിന മാം വന്ന പോലെ. ഹലോ മാജിക് മോർണിംഗ്. സിന്ധു മാം പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. സാറേ, ക്ലാസ്സിന്റെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ക്ലാസ് എടുത്തതിനെ കുറിച്ച് ആരെങ്കിലും ഒരു അഭിപ്രായം പറയണല്ലോ. അതെ. സാധാരണ സമയങ്ങളിൽ സാറ് ക്ലാസ് എടുത്ത് പറയുമ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. മുന്നേ ഞാൻ അപ്പൊ ആദ്യത്തെ ക്ലാസ് ഒന്നല്ലല്ലോ ഇത് കേൾക്കുന്നത്. അതിലേക്കാണ് കുറച്ചും കൂടി ഒരു എനർജി കുറവ് തോന്നി. അത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണോ? ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. ഒരു പതറിച്ച, ഒരു എനർജി കുറവ്, ഒരു പേടിച്ച് പറഞ്ഞിട്ട് അങ്ങനെയാണോ തോന്നിയിട്ടാണോ? അങ്ങനെ എന്താ ഫീല്? എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആണ്. കാര്യം വെച്ചാൽ നമ്മളൊരു എന്താണ് ഒരു ഫ്ലോ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്, ബുക്കിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ഒന്നും മിസ്സാകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് അതിന്റെ ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. എന്തായാലും എനിവേ താങ്ക് യു. ക്ലാസ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ പോയിന്റും. അതൊന്നും കുഴപ്പമില്ല, ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം മാത്രം ഒന്ന് ശ്രദ്ധിച്ച നല്ലൊരു എനർജറ്റിക് ഒരു എനർജി കൊണ്ടുവരാൻ ശ്രമിക്കാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ഓരോ പോയിന്റും ഇങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാവണുണ്ട്. ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു ട്ടാ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീണ്ടും ക്ലാസ്സിൽ കഞ്ഞി നല്ലൊരു വിഷയമായിട്ട് വരണം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ സാർ പറഞ്ഞോളൂ. സുജിത് സാർ, താങ്ക് യു. നല്ലൊരു സെക്ഷൻ. ആ പുസ്തകം നമ്മളിലേക്ക് എത്തിച്ച് തന്നതിന് നന്ദി. എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ബിൻസിമാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു പൂന്തോട്ടത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തനിയെ പൂമ്പാറ്റകളും അതിനെ ആകർഷിക്കുന്ന എല്ലാ ഇതും നമ്മളിലേക്ക് എത്തിച്ചേരുന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഫോർഗിവ്നെസ്സും ആകർഷണ നിയമം ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മളിലേക്ക് വരുന്നത്. ഓക്കെ, ഈ ഉദ്യമത്തിൽ സാറ് വിജയിച്ചിരിക്കുന്നു. ഒന്നും കൂടി ആ പതർച്ച ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് മനസ്സിലായി. നമ്മള് ഒരു വേദിയിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളുടെ ശരീരം ഒന്ന് ഒരു ഹീറ്റ് ആവും, ഇല്ലെങ്കിൽ ഒരു പ്രിപ്പയർഡ് അല്ലാതെ തോന്നും. പക്ഷെ എന്നാലും സാറ് വിജയിച്ചിരിക്കുന്നു. ഈ ക്ലാസ് എടുക്കാൻ നന്നായി. ഇനിയും വരട്ടെ ഇങ്ങനത്തെ ഒരു നല്ലൊരു മൂമെന്റുമായിട്ട്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഇത് പുസ്തകത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പവർ ഓഫ് നൗ. പവർ ഓഫ് നൗ. ഓക്കെ. മാജിക് മോർണിംഗ്. താങ്ക് യു സുജിത് സാർ. മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ് മാം പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ് വളരെ ഉഷാറായി എടുത്തു സാറ്. പവർ ഓഫ് നൗ എന്നുള്ള ബുക്ക് നമുക്ക് ഇനി വായിക്കേണ്ടതാത്ത രീതിയിലാണ് സാർ എടുത്തത്. ഇനിയിപ്പോ അത് വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നു. ഓരോ എക്സാമ്പിൾസ് വെച്ച് എടുത്തു തന്നുകൊണ്ട് നമുക്ക് വളരെ വിശദമായിട്ട് അതിന്റെ ഉള്ളടക്കം കിട്ടി. എനിക്കത് ഇഷ്ടമായത് ആ ഒരു സെൻഗുരുവിന്റെ അടുത്ത് പോയ ആനന്ദന്റെയും വിനീതന്റെയും കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ഇതിന്ന് വ്യക്തമായിട്ട് കിട്ടിയ ആ ഒരു എക്സാമ്പിളിന്. അതുപോലെ ഓരോ കാര്യങ്ങളും ബി മാജിക്കിൽ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതെല്ലാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സാറിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു മാഡം. മാഡം, ഞാൻ ബുക്ക് ഫുൾ ആയിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ. ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ളൊരു എന്താണ്, പുസ്തകം മാക്സിമം എല്ലാവരും വാങ്ങി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഫുൾ ആയിട്ട് കവർ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെതായിട്ടൊരു ചെറിയൊരു പോർഷൻ ഞാൻ ചെയ്തു. താങ്ക് യു. ഓക്കെ, എടുത്തത് എന്നാലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു മാഡം. ഓക്കെ, ഹലോ, മാജിക് മോർണിംഗ് ടു ഓൾ. സുജിത് സാർ വളരെ സൂപ്പർ ആയിട്ട് നാച്ചുറൽ വേ ഓഫ് പ്രസന്റേഷൻ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം പതർച്ചയൊക്കെ എല്ലാവർക്കും പെട്ടെന്നൊന്ന് ഫീൽ ആയത്. പിന്നെ ബുക്ക് റിവ്യൂ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ പറഞ്ഞാലും വലിയ തെറ്റില്ല, മറ്റുള്ള ഒരു സെഷൻ പോലെ അല്ലല്ലോ. പിന്നെ തീർച്ചയായിട്ടും എന്നും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഫോർഗീവ്നെസ്സും ഒക്കെ എഴുതുന്ന സ്ഥിതിക്ക്
തീർച്ചയായിട്ടും കുറച്ചുകൂടെ ആഴത്തില് മനസ്സിലേക്ക് എങ്ങനെ അത് ചെയ്യണം എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കി തന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു ഷീല മാം. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? ഹലോ, മാജിക് മോർണിംഗ്. ഹലോ, മാജിക് മോർണിംഗ് സർ, മാജിക് പറയുന്നോളൂ. മോർണിംഗ് എന്റെ പേര് ശ്രീലേഷ് ആണ്. എറണാകുളത്ത് നിന്നാണ്. ആദ്യമായിട്ടാണ് മാജിക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നത്. നേരത്തെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി കയറുന്നു. നമ്മുടെ സിന്ധു മാമിന്റെ ടീമാണ്. ഹലോ, പറഞ്ഞോളൂ സാർ. പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നാച്ചുറൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ജീവിതത്തില് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ക്ലാസ് മുഴുവനായിട്ട് കേട്ടത്. ഇന്നലെയൊക്കെ പകുതിക്കാണെന്ന് കയറിയത്. പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ജീവിതത്തിൽ വിജയിക്കാൻ. എല്ലാ പോയിന്റും അവരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും കാണാനും ഒക്കെ സാധിച്ചത് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു ശ്രീലി സർ. നെക്സ്റ്റ് ഷെയർ ചെയ്യാവോ? ഹലോ. പറഞ്ഞോളൂ മാം. ഹലോ, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ പറയാ, മറന്നുപോകും പല കാര്യങ്ങളും. പൂന്തോട്ടത്തിലെ കാര്യങ്ങൾ പറഞ്ഞതായാലും അതുപോലെ വിനീതന്റെ ആനന്ദൻ സാറിനും കാര്യം പറഞ്ഞതായാലും വളരെയധികം നല്ല രീതിയിലാണ് പറഞ്ഞത്. സത്യത്തിൽ അത് മനസ്സിൽ ക്ലിക്കായി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു പോയി. ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ താങ്ക് യു മച്ച്. മാഡം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ക്ലാസ്സിലെ ശ്വാസം എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചെന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുക, അത് ഇതുപോലെ കാണിച്ചു തരികയാണ് ചെയ്തത്, പറയുകയല്ല, കാണിച്ചു തന്നു. അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, താങ്ക്സ്. താങ്ക് യു മാഡം. ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ് ആണ്. ഞാൻ സാൻഡ്ര ക്ലാസ്സിൽ ആദ്യമായിട്ടാണ്. ശരിക്കും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഡ്യൂട്ടി ചെയ്യണതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിനെ അത് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ബുക്ക് വായിച്ചൊരു ഫീല് കിട്ടി. എങ്കിലും ആ ഒരു ബുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണമെന്ന് തോന്നി. എന്തായിരുന്നാലും ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഇനിയും സാറിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാർ. നല്ല ഉപയോഗപ്പെട്ടു. താങ്ക് യു മാഡം. ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല, എന്നാലും എന്റെ ഭാഗത്തുനിന്ന് ഞാനൊരു എഫേർട്ട് ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ല, നന്നായിട്ട് മനസ്സിലായായിരുന്നു. നന്നായിട്ട് ഒരു ബുക്ക് വായിക്കുന്ന ഒരു ഫീല് കിട്ടിയായിരുന്നു. നമുക്ക് ആ ഒരു ബുക്കിലൂടെ കടന്നു പോകാൻ പറ്റി. അതൊരു വലിയൊരു കാര്യമാണ്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഷൈനി മാം. ഇനി ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടേ വരണേ. കാരണം 6:28 രചന, ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ. സുജിത്ത്, ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത്. ഒരിക്കലില്ല മാഡം, ഒരിക്കലില്ല. എനിക്ക് റസാഖ് സാറ് പറഞ്ഞ അനുഭവമാണ് എനിക്ക്. കാരണം സാറ് എപ്പോഴും പറയാറുണ്ട്, നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ പോരായികൾ പറയുമ്പോഴാണ് അവര് നമ്മളെ സ്നേഹിക്കുന്ന പറയാറുള്ളത്. റസാഖ് സാറ് പറഞ്ഞ ഒരു അനുഭവം എന്റെ മനസ്സിൽ. കാരണം നമ്മള് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അവർക്ക് എന്തെങ്കിലും അവിടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് തിരുത്താൻ വേണ്ടി ഒരു അവസരം അവർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുതിട്ടാ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട്. കാരണം അടുത്ത ക്ലാസ്സില് നിങ്ങൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് പറയണത് കേട്ടാ. അപ്പൊ നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കരുതേ.
എനിക്ക് കേട്ടപ്പോ താങ്ക് യു മാം. എനിക്ക് ഇപ്പാക്ക് മനസ്സിലായി, അറിയാം അറിയാം. എനിക്ക് വിഷമം തോന്നി. പറയാം. ഇല്ല ഇല്ല, ഓക്കെ ഇത് നമ്മളൊരു ഫാമിലി പോലെ അല്ലേ, നമുക്ക് ഇതിനകത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അതല്ല താങ്ക് യു. ഫീഡ്ബാക്ക് പറയുമ്പോൾ ഓക്കെ നിങ്ങൾ സിന്ധു മാം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. നല്ല പതർച്ച ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചിലതൊന്നും കേൾക്കാൻ പറ്റാതെ തോന്നി. പിന്നെ ആദ്യത്തെ ക്ലാസ് അല്ലേ അതെ അതെ അതെ. എഴുതിയപ്പോഴേക്കും സിന്ധു മാം പറഞ്ഞു. മാത്രമല്ല ഒരുപാട് അപ്പഴിനിയിപ്പോ കാലം അടുത്ത കഴിഞ്ഞിട്ട് വരികയാണ്. അല്ല അടുത്ത ചില ക്ലാസ്സില് സിറ്റുവേഷൻസിൽ അത് പറയും തിരുത്തി മാഡം. കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയണം പോരാ, അപ്പളേ മനസ്സിലാവുള്ളൂ. ഓക്കെ, താങ്ക് യു. ശരിയാണ്, കറക്റ്റാണ് കറക്റ്റാണ്. Thank you so much, Sindhu ma'am. Thank you so much, Megha ma'am. Sujit sir, thank you for the wonderful session. നമുക്ക് 6:30 ആയിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ അങ്ങനെയാണെങ്കിൽ? ഓക്കെ, നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഏറ്റവും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ വരാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബി മാജിക്കിൽ തന്നെ ഇനി ഉണ്ടാവണം. ഷുവറായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. Thank you all. Have a nice day to all. താങ്ക് യു സർ. Thank you all. താങ്ക് യു all.